നമസ്കാരം. ശബരിമലയിലെ താന്ത്രിക അവകാശികളായിട്ടുള്ള ചെങ്ങന്നൂർ താഴ്മൺ മഠവും ആ കുടുംബത്തിലെ അംഗങ്ങളും ഐതിഹ്യപരമായി തന്നെ ഏറെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. പരശുരാമനാൽ നിയോഗിക്കപ്പെട്ടവർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുടുംബം നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിലെ പരമാധികാരികളായിട്ട് തുടരുന്നു. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ഈ ഔന്നത്യത്തിന് വലിയ രീതിയിലുള്ള അപജയം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഭക്തലക്ഷങ്ങൾ അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് കാണുന്ന തന്ത്രിമാർ തന്നെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ തന്നെ പ്രതികളാകുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല എന്ന വിശ്വാസികളുടെ വിലയിരുത്തലുകളെ ശരിവെക്കുന്ന തരത്തിലാണ് സമകാലീന സംഭവങ്ങളൊക്കെ തന്നെ വികസിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. അയ്യപ്പൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ തന്ത്രി തന്നെ അവ മോഷ്ടിക്കാൻ കൂട്ടുനിന്നു എന്ന കണ്ടെത്തൽ അത് ഹൈന്ദവ സമൂഹത്തെയും അയ്യപ്പ ഭക്തജനങ്ങളെയും ഒരുപോലെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, അഴിമതി നിരോധന നിയമം തുടങ്ങിയ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഇപ്പോൾ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അധികാരി എന്ന നിലയിലുള്ള വിശ്വാസവഞ്ചന തെളിയിക്കപ്പെട്ടാൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. ഇത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്നതിലുപരിയായി കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്മേൽ ഏൽപ്പിച്ച കനത്ത ആഘാതമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. കണ്ഠര് രാജീവരുടെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ശാരീരിക നില വഷളായതിനെ തുടർന്ന് ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയ സംഭവം വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി അഴിക്കുള്ളിലായതിൻ്റെ സമ്മർദ്ദവും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും ഉയർന്ന രക്തസമ്മർദ്ദവും ഒക്കെ തന്നെ ഉള്ളതായിട്ടും ഡോക്ടർമാർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ശബരിമലയിലെ കല്ലും മുള്ളും നിറഞ്ഞ പാത പോലെ ദുഷ്കരമായിരുന്നു തന്ത്രിയുടെ ജയിൽവാസമെന്നാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന നിരീക്ഷണങ്ങൾ. അയ്യപ്പൻ്റെ സ്വത്തിൽ കണ്ണുവെച്ചവർക്ക് അവർക്ക് ലഭിക്കുന്ന കടുത്ത ശിക്ഷയാണിതെന്ന് അയ്യപ്പ ഭക്തർ തന്നെ ഇപ്പോൾ വിശ്വസിക്കുകയാണ്. ഈ കേസിൻ്റെ ഭാഗമായി തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ നടന്ന റെയ്ഡ് അതീവ ഗൗരവമുള്ളതാണ്. ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്താനായിരുന്നു 8-അംഗ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. വൻ പോലീസ് സന്നാഹത്തോടുകൂടി നടത്തിയ ഈ പരിശോധന അത് തന്ത്രി കുടുംബത്തിൻ്റെ സാമൂഹിക പ്രതിച്ഛായയെ തന്നെ വീണ്ടും തകർക്കുന്നതായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിച്ച പരിശോധനയിൽ അതിനിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ലഭിച്ചതായിട്ടാണ് സൂചന. അയ്യപ്പൻ്റെ സന്നിധിയിൽ ശുദ്ധി വരുത്തേണ്ടവർ സ്വന്തം ജീവിതത്തിലും ഇടപാടുകളിലും പുലർത്തേണ്ട ശുദ്ധി കാത്തുസൂക്ഷിച്ചില്ല എന്നതിൻ്റെ തെളിവായി ഈ നിയമ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. തന്ത്രി കണ്ഠര് രാജീവരും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണെന്ന് അന്വേഷണ സംഘം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 2004-ൽ ബംഗളൂരുവിൽ വെച്ച് തുടങ്ങിയ ഈ ബന്ധമാണ് പിന്നീട് ശബരിമലയിലെ പല ക്രമക്കേടുകൾക്കും വഴിയൊരുക്കിയത്. 2007-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ സ്പോൺസർ എന്ന നിലയിലേക്ക് വളർത്തിയതിനും അതിന് പിന്നിലും തന്ത്രിയുടെ സ്വാധീനമുണ്ടായിരുന്നു. വിദേശത്തു നിന്നും മറുനാടുകളിൽ നിന്നുമൊക്കെ തന്നെ ലഭിച്ചിരുന്ന വൻതോതിലുള്ള സ്പോൺസർഷിപ്പ് തുക അത് കൈകാര്യം ചെയ്യുന്നതിൽ തന്ത്രിയും പോറ്റിയും തമ്മിൽ വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മൊഴിയും ഇവിടെ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ട സമയത്തും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്തുമെല്ലാം തന്നെ കണ്ഠര് രാജീവർ തന്നെയായിരുന്നു തന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ദേവസ്വം മാനുവൽ പ്രകാരം പടിത്തരം എന്ന പേരിൽ പ്രതിഫലം കൈപ്പറ്റുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് തുല്യമായ പദവിയാണ് തന്ത്രിയുടേത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത കേസിലും ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിലും തന്ത്രിക്ക് തുല്യമായ ഉത്തരവാദിത്വമുണ്ടെന്ന് അന്വേഷണ സംഘം ഇവിടെ ഉറച്ചു വിശ്വസിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ മൊഴിയും തന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. അധികാരം ദുർവിനിയോഗം ചെയ്തും പണത്തോടുള്ള ആർത്തി മൂലവുമൊക്കെ തന്നെ തന്ത്രി കുടുംബം വിവാദങ്ങളുടെ കരിനിഴലിലായിരിക്കുന്നത് ഇത് ആദ്യമായല്ല. താഴ്മൺ കുടുംബത്തെ വേട്ടയാടുന്ന വിവാദങ്ങളുടെ പരമ്പരയിൽ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒന്നായിരുന്നു 2006-ലെ കണ്ഠര് മോഹനരുടെ ഹണി ട്രാപ്പ് കേസ്. കൊടും കുറ്റവാളിയായ ശോഭാ ജോണും സംഘവും ചേർന്ന് തന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതും നഗ്നനാക്കി ഫോട്ടോ എടുത്ത് പണം തട്ടാൻ ശ്രമിച്ചതും അന്ന് കേരള സമൂഹത്തെ ഞെട്ടിച്ചിരുന്നു. ആത്മീയ ചൈതന്യം കാത്തുസൂക്ഷിക്കേണ്ട ഒരു വ്യക്തി ഇത്തരമൊരു കെണിയിൽ വീണത് തന്ത്രി കുടുംബത്തിന് തന്നെ വിശ്വാസ്യതയ്ക്ക് ഏൽപ്പിച്ച ആദ്യത്തെ വലിയ ഒരു പ്രഹരമായിരുന്നു. തുടർന്ന് ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ ആ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സന്നിധാനത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ വിലക്കുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി തിരിച്ചു വരാൻ ശ്രമിച്ചുവെങ്കിലും
അധികൃതർ അത് തടയുകയായിരുന്നു. തന്ത്രിമാരുടെ യോഗ്യതയെ സംബന്ധിച്ചും വലിയ തർക്കങ്ങൾ മുൻപ് ഉടലെടുത്തിട്ടുണ്ട്. ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷന് മുന്നിൽ ഹാജരായ കണ്ഠര് മോഹനർക്ക് ലളിതമായിട്ടുള്ള സംസ്കൃതം പോലും അറിയില്ലായിരുന്നുവെന്ന കണ്ടെത്തൽ വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കി മാറ്റിയത്. തന്ത്രിക്ക് വേണ്ട പ്രാഥമിക അറിവുകളോ വേദപാണ്ഡിത്യമോ ഇദ്ദേഹത്തിനില്ലെന്ന് കമ്മീഷൻ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പതറുന്ന തന്ത്രിയുടെ ചിത്രം കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ പോലും വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ആത്മീയമായിട്ടുള്ള അറിവിനേക്കാൾ അധികാരത്തിനും പണത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു രീതി മഠത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയം അന്ന് മുതൽ ശക്തമായി മാറി. നിലവിലത്തെ സാഹചര്യത്തിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർ ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി മറ്റാരെയോ സംരക്ഷിക്കുന്നുവെന്നുള്ള ആരോപണം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുന്ന ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകൾ തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് കേവലം ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല, മറിച്ച് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബം നേരിടുന്ന ധാർമ്മിക തകർച്ചയുടെ ആഴം ഏറെ വ്യക്തമാക്കുന്നതാണ്. ചുരുക്കത്തിൽ ശബരിമലയുടെ തന്ത്രസ്ഥാനത്തിരിക്കുന്നവർ സ്വയം തിരുത്തലിന് തയ്യാറാകേണ്ട ഒരു സമയമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണത്തോടുള്ള ആർത്തിയും വഴിവിട്ട ബന്ധങ്ങളും ഒരു ആത്മീയ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം വിനാശകരമാകുമെന്ന് ഈ സംഭവങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ശിക്ഷാ നടപടികൾക്ക് അപ്പുറമായി അയ്യപ്പൻ്റെയും അയ്യപ്പ ഭക്തരുടെയും മുന്നിൽ ഈ കുടുംബം വലിയ മറുപടി പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന സൂചനകൾ ഇപ്പോൾ നിലനിൽക്കെ താഡ്മൺ മഠത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ അത് കടന്നു പോകുന്നത്. ഈ വിവാദങ്ങൾ ശബരിമലയുടെ പവിത്രതയ്ക്ക് കളങ്കമേൽപ്പിക്കാത്ത രീതിയിൽ പരിഹരിക്കപ്പെടണമെന്നാണ് ഇപ്പോൾ ഭക്തജനങ്ങളുടെ പ്രാർത്ഥന.